എനിക്ക് ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ മകൻ എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും മുമ്പോട്ട് നയിക്കാനുള്ള ഒരു മാരക ശക്തി എന്ന് പറയുന്നത്. ആപ്റ്റായിട്ട് നമ്മൾ ഇൻഷുറൻസ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറേ ആ ആൾ കിടന്നുറങ്ങത്തില്ല. അത്ര ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ICUലായി 3-ാമത്തെ ദിവസം ഞാൻ കയറി ചെല്ലുമ്പം അച്ഛൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയാണ്, നീ പേടിക്കണ്ട, ഞാൻ അവൻ്റെ കല്യാണം കഴിഞ്ഞേ പോകത്തുള്ളൂ. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മളെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു മാരക ശക്തിയാണ് അതെന്ന് പറയുന്നത്. സാറേ, അതെന്ന് പറയുന്നത് ശരിക്കും ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. നമുക്ക് സമൂഹത്തിൽ പണമുണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? നമുക്കൊരു ജോലി നേടാം, സെൽഫ് എംപ്ലോയിഡ് ആവാം, ബിസിനസ് തുടങ്ങാം. കാരണവന്മാരായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കതിലൂടെ ജീവിക്കാം. പല രീതികളുണ്ട് നമുക്ക് പണം ഉണ്ടാക്കാനായി. പലരും നമ്മുടെ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് എംപ്ലോയി ആണ്. അതിൽ തെറ്റൊന്നുമില്ല. നല്ല സ്ഥാപനങ്ങളിൽ ജോലി നേടി വളർന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ് തുടങ്ങിയവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്പാർക്കിൽ പല ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു പ്രൊഫഷണൽ എന്ന് വിളിക്കേണ്ടി വരും. സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ഒരാൾ, അദ്ദേഹം ജീവനക്കാരനായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം സെൽഫ് എംപ്ലോയിഡ് ആയി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ചില പ്രാരാബ്ധങ്ങൾ നമ്മളെ കരുത്തുറ്റവരാക്കും എന്നാണ് പ്രമാണം. അത്തരം ഒരു നല്ല വ്യക്തിയെയാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ജി അരുൺനാഥാണ് ഇന്ന് സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത്. അരുൺ, സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം. താങ്ക് യു സാർ. നാട് എവിടെയാണ് അരുണിൻ്റെ? സാർ, ഹരിപ്പാട് കരുവാറ്റയാണ്. ഓക്കെ. അരുണിനെ ഞാൻ നമ്മുടെ ഈഗിളിൻ്റെ ബിസ്കോണ് നമ്മൾ ദുബായിലെ ഒരുമിച്ചാണ് അവിടെ ഉണ്ടായിരുന്നത്. എപ്പോഴും ചിരിച്ചു കാണുന്ന ഒരു മുഖമാണ്. അപ്പോൾ താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? സാർ, ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം SSLC വരെ കരുവാറ്റ NSS ഹൈസ്കൂളിൽ, പ്രീ ഡിഗ്രി TKM കോളേജിൽ, നങ്ങേരുളങ്ങര TKM കോളേജിൽ. അത് കഴിഞ്ഞ് ഡിപ്ലോമയ്ക്കാണ് പോയത് അടൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ. താങ്കളുടെ പിതാവാരെങ്കിലൊക്കെ ബിസിനസ്സിലോ എന്തെങ്കിലും ആണോ? അല്ല, അച്ഛൻ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അച്ഛൻ ആദ്യം ബീഡി തീർപ്പിലൂടെയാണ് അച്ഛൻ ഇൻകം ഉണ്ടാക്കി തുടങ്ങിയെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അവിടെ എൻ്റെ വീടിനടുത്തുള്ള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെയിൽസ്മാനായിട്ട് കിട്ടി. അങ്ങനെ റേഷൻ കടയിലായിരുന്നു അച്ഛൻ്റെ കൂടുതൽ കാലവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ നീതി സ്റ്റോറായി. പിന്നെ അച്ഛൻ അവിടെ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ സ്വന്തം. അതിനുശേഷം ഈ പഠനശേഷം അരുൺ എന്താ ചെയ്തത്? സാറേ, ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് തന്നെ ഫോളിസ് കത്തീഡ്രലാണ് ഞാൻ പ്രോജക്റ്റായിട്ട് ചെയ്തത്. നമ്മുടെ യൂറിൻ ഡ്രെയിനേജിന് വേണ്ടിയുള്ള ഫോളിസ് കത്തീഡ്രലാണ്. അതിൻ്റെ ഭാഗമായിട്ട് RRIയിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രൻറ്റീസായിട്ട് നിൽക്കുന്ന സമയത്താണ് കോഡി ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പാലായിലുണ്ടായിരുന്ന ഒരു ഹെൽത്ത്, അതായത് ലാറ്റക്സ് ബേസ്ഡ് ഡിസ്പോസിബിൾ ഹെൽത്ത് പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി പോയി. അങ്ങനെ അവിടെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. അതെൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അവിടെ ഉയർച്ച ഉണ്ടായോ? തീർച്ചയായിട്ടും. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, അവിടെ പോയതിന് ശേഷമാണ് നമുക്കൊരു ബാങ്കിൽ പോകാൻ പഠിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ, അതായത് ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് അവിടെ പോയായിരുന്നു. കാരണം അവിടുത്തെ അലക്സ് സാറ്, തോമസ് സാറ്, അവരെല്ലാവരും പകർന്നു തന്ന ഒരു അറിവുകളാണ് നമ്മളെ സംബന്ധിച്ച്. എവിടെ വരെ എത്തി പൊസിഷൻ വൈസ്? സാർ, അവിടെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് വെച്ചാൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്താണ് താങ്കൾക്കൊരു വലിയ വഴിത്തിരിവുണ്ടാവുന്ന ജീവിതത്തിൽ, അല്ലേ? എന്തായിരുന്നു കാര്യം? തീർച്ചയായിട്ടും സാർ. ആ സമയത്താണ്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹം കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിനനുസരിച്ചിട്ട് ഒരു വിവാഹം കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ അച്ഛന് സുഖമില്ലാതായിരുന്നു. അച്ഛനൊരു 4 സർജറിയോളം ലേക്ക് ഷോർ ചെയ്യേണ്ടി വന്നു. ഞാനെപ്പോഴും പറയും ലേക്ക് ഷോർ നമ്മുടെയും കൂടെ ഷെയർ ആണെന്ന് പറയും. കാരണം അതേപോലെ പൈസ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അമ്മയുടെ വാൽവ് മാറ്റി വെക്കേണ്ടി വന്നു. അത് ശ്രീചിത്രയിലായിരുന്നു. ആ സമയത്ത് അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ലീവ് എടുക്കേണ്ടി വരുന്നു. ലീവ് എടുത്തപ്പം അവിടെ നിന്നപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് അറിയാമല്ലോ, വിവാഹം കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ചെലവുകൾ അറിയാമല്ലോ. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നും എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗുരുമന്ദിരത്തിലും ഒരു ദേവീക്ഷേത്രത്തിലും പോയിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്നും അങ്ങ് ചിന്ത ചെയ്യുക, കാരണം നെക്സ്റ്റ് എന്താന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ഗുരുമന്ദിരത്തിൽ നിൽക്കുമ്പോൾ അവിടെ നടപ്പന്തലിൽ കിടന്ന കേരളകൗമുദി പത്രത്തിൽ ഇൻഷുറൻസ് അഡ്വൈസർമാരുടെ ഇൻ്റർവ്യൂ കായംകുളം സിറ്റി ഹോട്ടലിൽ വെച്ച് നടക്കുന്നെന്ന് കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്പാർക്ക്,
കാരണം ഇതങ്ങനെ ഉണ്ടാകാനൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ പാലായിലിരുന്ന സമയത്ത് അവിടെ വന്ന ഒരു ചേട്ടനുണ്ട്. അന്ന് എൻ്റെ അന്ന് MD ആയിട്ടിരുന്ന അലക്സ് സാറിനെ വന്ന് കാണാം. പുള്ളി ആദ്യമേ സ്കൂട്ടറെ വന്നിട്ടുണ്ട്, പിന്നെ കാറേ വന്ന് എന്താണ് ഏജന്റാണ്, ഇൻഷുറൻസ് ആദ്യം ഏജന്റ് ആയിരുന്നു. ഏത് കമ്പനിയുടെ? LICയിലെ തന്നെ LICയുടെ ഏജന്റ് ആയിരുന്നു. അദ്ദേഹം അപ്പൊ പുള്ളിയുടെ ആ ഒരു വളർച്ച. വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെയാണ് അലക്സ് സാറിന്റെ കയ്യിൽ നിന്ന് ചെക്ക് മേടിച്ച് ഈ ഇൻഷുറൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം സ്കൂട്ടറിലാണ് വന്നത്. സ്കൂട്ടറിലാണ് വന്നത്. പിന്നെ പുള്ളി കാറിൽ വന്നു. അങ്ങനെ പുള്ളിയുടെ ഒരു വളർച്ച ഞാൻ കണ്ടതാണ്. താഴേക്കടയിൽ നിന്ന് തന്നെ വളർന്നു വരുന്നത്. ഒരു പ്രതീക്ഷയുണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ. അതുകൊണ്ട് എനിക്ക് ആ നടപ്പന്തൽ എന്ന് വെച്ചാൽ ഇത് തമ്മിലെ ദൈവം നമുക്കൊരു കോറിലേഷൻ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ നേരെ ഈ സിറ്റി ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് 3 ഡെവലപ്മെന്റ് ഓഫീസർമാർ അവിടെ ഇന്റർവ്യൂ നടത്തുന്നില്ല. അതിലൊരു ഡെവലപ്മെന്റ് ഓഫീസറായ രഘുമാർ സാറിൻ്റെ കൂടാണ് ഞാൻ അറ്റാച്ച് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ. ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മറ്റേ പ്രൊഡക്ഷൻ മാനേജറിനെ പോലെ അല്ല, ഒരിക്കലും അല്ല. അത് സെല്ലിംഗ് ആണ്. അതെ, വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതെ. തുടക്കം എങ്ങനെയായിരുന്നു സാറേ? നമ്മളിപ്പോഴേ ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ടിരുന്ന് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഇരുന്ന് വിവാഹം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മളൊരു ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റ്, അന്ന് ഇൻഷുറൻസ് ഏജന്റാണ്, അഡ്വൈസർ എന്നൊന്നും പറയുന്നില്ല, 2005 അപ്പോൾ പറയുമ്പോൾ ഉള്ളായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്നും അതേപോലെ ഫാമിലിയിൽ നിന്നും ഉണ്ടാക്കാവുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഞാൻ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തത് ആദ്യത്തെ എൻ്റെ പോളിസി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരിലുള്ള പോളിസിയാണ്. അതിനുശേഷം എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ഞാൻ ഇൻഷുറൻസ് സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞാൽ നീ വന്നതല്ലേ, ഒരു ചെറുതൊഴിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇത് ബന്ധുക്കളുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട ഒരു സാധനമല്ല. കാരണം ബന്ധുക്കളുടെ അടുത്ത് പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് ആരുടെയും കുറ്റമല്ല, അവൻ വന്നതല്ലേ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്, എന്നാൽ ഒരെണ്ണം കൊടുക്കാം എന്ന രീതിയിലാണ്. അന്നുകൊണ്ട് തന്നെ ഞാൻ ബന്ധുക്കളോട് ഡയറക്റ്റ് ഇൻഷുറൻസ് സംസാരിക്കുന്ന നിർത്തി. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് ഫീൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റണം. അപ്പം ഞാൻ വന്ന് സാറിനോട് പരിചയമില്ലെങ്കിൽ സാറിനോട് സംസാരിക്കുമ്പോൾ സാറിന് എന്നോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, എനിക്ക് സാറിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. നമുക്ക് ഫീൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയത്. ബന്ധു കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഫസ്റ്റ് കസ്റ്റമർ പിന്നെ ആരായിരുന്നു? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറേ ഈ ഡോർ ടു ഡോർ നമ്മൾ ഈ ലെറ്റർ ബോക്സുകളിലെ അപ്പോൾ ഒരു നോട്ടീസ്, അതെൻ്റെ ഡെവലപ്മെന്റ് ഓഫീസർ രഘുമാർ സാറ് പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ്. നോട്ടീസ് തയ്യാറാക്കി ഈ ഓരോ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്, അതായത് തേവേരി അതേപോലെ തിരുവല്ല ആ ഭാഗത്ത് പോയിട്ട് ഞാൻ ലെറ്റർ ബോക്സിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഒരു തിരുവല്ലയിൽ തേവേരിലുള്ള ഒരു വീട്ടിലെ ലെറ്റർ ബോക്സിൽ നിന്ന് ഒരു നോട്ടീസ് എടുത്തിട്ട് അവിടെ അവരുടെ ബ്രദർ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയത്തില്ല. കാരണം അവർ കുവൈറ്റ് സെറ്റിലായിരുന്നു. അപ്പോൾ അതിന് LIC ഉണ്ടോ? അവർക്ക് ആ പാർട്ടിക്ക് LIC ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടി എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറുമായിട്ട് പോകുന്നു, അവിടെ സംസാരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ആ ഫാമിലിയിൽ നിന്ന് ഇന്ന് ഏകദേശം 17 ലക്ഷം രൂപയോളം പ്രീമിയം അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെ പിന്നെ നമുക്ക് സാറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഈ വെയിലത്ത് നടന്ന് നോട്ടീസ് ഇടുക. അതെ. അന്നത്തെ കാലത്ത് ഈ LIC ഏജന്റിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലമൊന്നുമല്ല, ഒരിക്കലും അല്ല. പിന്നീട് വളർച്ച എങ്ങനെയായിരുന്നു അവിടെ? പിന്നീടെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറകെ പോയിട്ടില്ല. കാരണം നമുക്കുണ്ടായിരിക്കുന്ന ഭാരിച്ചമായ ആ ലയബിലിറ്റി അത് നികത്തുക എന്നുള്ളതാണ്. ലയബിലിറ്റി ഉണ്ടായി 100%. ഏകദേശം അതായിട്ട് ഞാൻ ജീവിതം തുടങ്ങുന്നതിന് ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളം കടത്തിലാണ്. അപ്പം ആ കടം നിലനിൽക്കുമ്പം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് വീട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എങ്ങനെ നമ്മളിപ്പോൾ 1 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നാളെ അതൊരു പ്രതീക്ഷയാണ്. സോ ഇൻഷുറൻസ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ്. നമ്മളിപ്പോൾ പറയും നമ്മളൊരു തെങ്ങ് വയ്ക്കുന്ന മാതിരിയാണ്. നമ്മൾ ചെന്നൊരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ആരും അല്ലല്ലോ, നമ്മളവരെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല ഇങ്ങോട്ട് തരാൻ. അവരുടെ നമ്മൾ 25-30 വർഷത്തിനപ്പുറത്ത് കൊണ്ട് നമ്മൾ നിർത്തും. ഇയാളുടെ ചിന്താഗതി അവിടെ കൊണ്ട് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാറേ ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അതായത് ഒരാളുടെ 30 വർഷത്തെ ഇൻകം ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ഇൻഷുറൻസിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ആർക്ക് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ ചോദിക്കുന്നത് സാറേ, ഞാൻ ആരെ കണ്ടാലും ചോദിക്കും, നിങ്ങളിപ്പോൾ കൊണ്ടാക്കിക്കൊണ്ട് ഇൻഷുറൻസ് നമുക്ക് ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മുടെ ഒരു ലിവിങ് സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിന് വേണ്ടി ഉണ്ടാകുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്. ഇത് നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ ഫാമിലിക്ക് ആര് കൊടുക്കും? ഞാൻ ചോദിക്കാറുണ്ട്. എൻ്റെ ഈ 21 വർഷത്തിനകം ഞാൻ ചോദിച്ചിട്ട് ആരും ആൻസർ ചെയ്തിട്ടില്ല. ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ഞാനില്ലാതെ വന്നു എൻ്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ എൻ്റെ പിള്ളേരുടെയോ കാര്യങ്ങൾ നോക്കാൻ ആരെക്കൊണ്ട് പറ്റും? അല്ലെങ്കിൽ ആര് അതിന് കോമ്പൻസേറ്റ് ചെയ്യും? ആ സമയത്ത് ആ സ്ഥലത്താണ് സാറേ ഇൻഷുറൻസിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫാമിലിക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ
നമ്മുടെ നാട്ടിൽ പൊതുവെ ഇൻഷുറൻസുകൾ വളരെ തെറ്റായ രീതിയിൽ വിൽക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ് സേവിങ് എന്ന രീതിയിലൊക്കെയാണ് അത് വിൽക്കപ്പെടുന്നത് അല്ലേ? പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ കമ്പൽസറി ആണ് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ മാർക്കറ്റിലേക്ക് ഇങ്ങനെ വരുന്നത്? സാറേ ഇപ്പോൾ സാറ് പറഞ്ഞത് കറക്റ്റാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരു ഡോക്ടർ ഒരു സർജറിക്ക് കയറുമ്പോൾ ആ റിസ്കിനുള്ള ഇൻഷുറൻസും കൂടെ എടുത്തിട്ടാണ് അവർ ആ കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി. ഇപ്പം ഇതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ വന്നു, ഒരുപാട് അഡ്വൈസേഴ്സ് വന്നു, പിന്നെ റോങ് സെല്ലിങ് ഒത്തിരിയുണ്ട്. അപ്പം എല്ലാവരും കൂടുതൽ ആൾക്കാർ ഈ റോങ് സെല്ലിങ് പറയുന്നത് എൻ്റെ അല്ല ഏജൻസി പോകാറായി, അല്ല എനിക്കത് ആകാനുണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട്, ചെയ്യാനുണ്ടെന്ന് ചിലപ്പോൾ സാറിന് ഒരുപാട് ഫോൺ കോൾ മിക്കവാറും മാർച്ച് ലാസ്റ്റ് വീക്ക് ആയിരിക്കും വരും. അപ്പം അത് അങ്ങനെ വരുന്നത് കൊണ്ടാണതെന്ന് പറയുന്നത്. പക്ഷെ ആപ്റ്റായിട്ട് നമ്മൾ ഇൻഷുറൻസ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറേ ആ ആൾ കിടന്നുറങ്ങത്തില്ല. അത്ര ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്കുണ്ട്. കാരണം പിറ്റേ ദിവസം രാവിലെ നമ്മളെ വിളിക്കും. കാരണം ഇപ്പം എനിക്കറിയാവുന്ന ഒരു കേസുണ്ട്. അതായത് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം വീട് വെച്ചു. ആ ലയബിലിറ്റിക്ക് എക്സീഡ് ചെയ്യത്തക്ക രീതിയിലുള്ളതാണ് വീട് വെച്ചേക്കുന്നത് വെച്ചാൽ. പക്ഷേ പുള്ളിക്ക് ബാങ്ക് ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് പോലും പുള്ളി അത് പ്രീമിയം അടയ്ക്കേണ്ട, അത് വേണ്ടെന്ന് പറഞ്ഞ് സ്ട്രക്ചറിന് മാത്രം ചെയ്ത്. പക്ഷേ പുള്ളി നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയി. ആ വീട് വിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ഇതാണ് ഈ ലയബിലിറ്റി ആര് കോമ്പൻസേറ്റ് ചെയ്യും? എന്നാൽ തുച്ഛമായ എമൗണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് വെച്ച് നമുക്കിത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്. ഇൻഷുറൻസ് പലപ്പോഴും ഒരു അജ്ഞതയുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും സാർ. എന്തുകൊണ്ടാണ് ഒരു കൃത്യമായി ചുരുക്കി കസ്റ്റമേഴ്സ് എന്തിനാണ് ഇൻഷുർ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം സാറേ? ഒരാളുടെ ആബ്സെൻസിൽ അതാണല്ലോ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത്. കാരണം പണ്ടത്തെ കാലത്തായിരുന്നു ആൾ മരണപ്പെട്ടു പോയാൽ മാത്രം കിട്ടുന്ന എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അത് മാറി. കാരണം നമുക്ക് 3 തരത്തിലുള്ള കവറേജുണ്ട്. നോർമൽ കവറേജ്, ആക്സിഡൻ്റൽ കവറേജ്, ഡിസബിലിറ്റി ബെനിഫിറ്റ്. നമ്മളിപ്പോൾ ജഗതി ശ്രീകുമാറിനെ പോലെയുള്ള ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇൻകം എത്രയാണ്? അദ്ദേഹത്തിനൊരു ഡിസബിലിറ്റി ഉണ്ടായ സമയത്ത് LIC ആണ് അദ്ദേഹത്തിന് നമ്മൾ ഡിസബിലിറ്റി ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടാതെ എന്നാൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർന്ന സം അഷ്വേർഡിൻ്റെ 120 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. അതായത് 1 കോടി രൂപയുടെ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ 83,333 രൂപ വെച്ച് പെർ മന്ത് ആ ആളുടെ വീട്ടിലേക്ക് കൊടുക്കും, വിത്തൗട്ട് എനി പ്രീമിയം പേയ്മെൻറ്റ്. അതിനുശേഷം മെച്യൂരിറ്റിയിൽ ആൾ സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് കൊടുക്കുകയും കൂടി ചെയ്യും. അപ്പം ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന അൺസർട്ടിനിറ്റി ആ ഇൻഷുറൻസിലൂടെ മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സാറേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ നമ്മൾ അതായത് ക്രിയേറ്റ് ആൻഡ് സേവ് ആണ്. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാർ ഒരു ചിട്ടി ചേരുക, അതല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് സാറ് കുറേ നാൾ ചേർന്നതിന് ശേഷം അടച്ചതിന് ശേഷം മാത്രമാണ് സാറിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇതങ്ങനെയല്ല. ഞാൻ 1 കോടി രൂപയുടെ ഇൻഷുറൻസിന് ചേർന്ന് ഇപ്പോൾ 15,000 രൂപ പ്രീമിയം മാത്രം മന്ത്ലി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ 1 കോടി രൂപയുടെ നോർമൽ കവറേജ്, 1 കോടി രൂപയുടെ ആക്സിഡൻ്റൽ കവറേജ്, 1 കോടി രൂപ ഡിസബിലിറ്റി ബെനിഫിറ്റ്, ഇത് 100% ഉറപ്പ് ആക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അതിനുവേണ്ടി നമ്മൾ സേവ് ചെയ്ത്. 3-ാം ദിവസം എന്ത് പറ്റിയാലും സാറേ 3-ാം ദിവസം നെക്സ്റ്റ് മൊമെൻറ്റ് പോളിസി നമ്പർ അലോട്ട് ചെയ്ത് നെക്സ്റ്റ് മൊമെൻറ്റ് എന്ത് സംഭവിച്ചാലും ഇൻഷുറൻസ് കമ്പനി ഇത് ചെയ്യും. അസുഖം കാര്യങ്ങളായിട്ട് വന്ന് പോളിസി എടുക്കരുത്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഇപ്പം നമ്മൾ വയ്യോളം പറഞ്ഞാലുള്ള അനുഭവങ്ങൾ ഈ 21 വർഷത്തിനിടയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ ഈ LIC ജീവിതത്തിൽ താങ്കൾ പൊതുവെ കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? സാർ ഞാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ റിലേഷൻഷിപ്പ് മാറി സിറ്റുവേഷൻഷിപ്പ് ആകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ആ സമയത്ത് നമ്മളൊക്കെ ഈ കുതിച്ച് നടക്കുന്ന പ്രായം കഴിഞ്ഞ് കിതച്ച് നടക്കുന്ന ഒരു പ്രായം എന്തായാലും വരാനുണ്ട്. തീർച്ചയായിട്ടും. ആ സമയത്ത് ആരുടെയും ഇടപെടലില്ലാതെ ഇവിടുത്തെ മറ്റ് ആരും സഹായിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു റെഗുലർ ഇൻകം ഗ്യാരണ്ടി ആയിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം ഇൻ്റർനാഷണൽ എയർപോർട്ടിനേക്കാളും ഭയങ്കര ഫെസിലിറ്റിയാണ്. സാർ ഇതിന് മുമ്പ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഹൃദയം മാറ്റിവെക്കാം, കരൾ മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് ബോർഡ് കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഈ മെട്രോസിലെല്ലാം നോക്കി ഹോസ്പിറ്റലുകൾ മത്സരിച്ച് പരസ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസും ഈ 2 കാര്യങ്ങൾ, പെൻഷനും ഹെൽത്തും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് ജീവശ്വാസം പോലെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് താങ്കൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നത്. താങ്കൾ ഈ കാലയളവിൽ എത്ര കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും?
സാറേ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഏകദേശം 2400ഓളം കുടുംബങ്ങളിൽ ഇൻഷുറൻസിൻ്റെ സന്ദേശം ഡയറക്റ്റ് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തന്നെയല്ല, കാരണം എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ, എൻ്റെ ഏജൻസ് എല്ലാവരും ഒരേപോലെ, അതേപോലെ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം കൂടെ സഹകരിച്ചതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമോഷണലായ ഒരു സങ്കടകരമായ കാര്യവും അതിനിടയിൽ സംഭവിച്ചു. സാറേ, അതെന്ന് പറയുന്നത് ശരിക്കും ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. കാരണം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞിരുന്നു, കാരണം ഈ അച്ഛൻ്റെ സുഖമില്ലായ്മ എന്ന് പറഞ്ഞാൽ, കാരണം അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം കാണുമെന്നുള്ളത്. അത് കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ കാണണം, അതും കഴിഞ്ഞു. പിന്നെ എൻ്റെ മകൻ്റെ ബർത്ത്ഡേയുടെ തലേന്നാണ് അച്ഛൻ മരിക്കുന്നത്. അതിനു മുമ്പ് ഈ അച്ഛന് എൻ്റെ അനിയൻ്റെയും കൂടെ വിവാഹം കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം തീരുമാനിച്ച് 17 ദിവസം മുമ്പ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ അച്ഛനെ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഒരു ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അച്ഛന് ക്രോൺസ് ഡിസീസ് ആയിരുന്നു. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അവർ ചെയ്തില്ല. ഉടൻ തന്നെ അവിടുന്ന് നേരെ ലേക്ഷോറിൽ കൊണ്ടുവന്ന് ICUയിലായി. 3-ാമത്തെ ദിവസം ഞാൻ കയറി ചെല്ലുമ്പം അച്ഛൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുകയാണ്, നീ പേടിക്കണ്ട, ഞാൻ അവൻ്റെ കല്യാണം കഴിഞ്ഞേ പോകത്തുള്ളൂ. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മളെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു മാരക ശക്തിയാണ് അതെന്ന് പറയുന്നത്. അങ്ങനെ അവൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു എൻ്റെ വീടിനടുത്തുള്ള വിലഞ്ഞേൽ ക്ഷേത്രത്തിൽ. അവിടെ ചുറ്റുവിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ വിളിക്കുന്നു അച്ഛന്. അപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ വിട്ടു, അതായത് അച്ഛൻ്റെ ആ ലക്ഷ്യം അത് കഴിഞ്ഞു. അങ്ങനെ അന്ന് രാത്രി 10:30 അച്ഛൻ മരണപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അത് നമ്മുടെ അത് ആ പിടുത്തം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും തീർച്ചയായിട്ടും. അരുണിൻ്റെ ഈ ജീവിതം LICയിലൂടെ വളർന്നു വന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലുള്ളവരെ കാണുന്നത് ഇത്തിരി ഭയപ്പാട് കൂടിയാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ലെന്ന് ഞാൻ പറയും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. എൻ്റെ തന്നെ വളരെ അടുത്ത ബന്ധുവാണ്, ഒരു സ്ത്രീയാണ്, അവർ വളരെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് കുറേ മിസ് കോൾ കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചതാണ്, അർജൻറ്റാണെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി, ഒരു പുതിയ ജനറേഷൻ ബാങ്കിൻ്റെ പേര് പറഞ്ഞു, അപ്പോൾ അതിൽ ഞാൻ മാനേജറാണ്, മാത്രമല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടും, അടുത്ത ലെവലിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷത്തോടൊപ്പം കുറേ ചോദ്യചിഹ്നവും വന്നു. ജോലി കിട്ടിയെന്ന് പറയുന്നു, പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ, നമ്മളൊക്കെ എത്ര നാൾ പണിയെടുത്തിട്ട് പ്രൊമോഷൻ. അപ്പോൾ എന്തോ ഒരു കാച്ചുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്നോട് പറയുകയാണ്, ഒരു പോളിസി ഒന്ന് എടുക്കണം, അപ്പോൾ അത് എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് പ്രൊമോഷൻ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതായിട്ട്, ഇതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് 10-20 വർഷമാണ്, ഇതിനിടയിൽ ജോലി ചെയ്തിട്ട് എനിക്കറിയില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം തന്നെ പറഞ്ഞത്, ഞാനൊരു അടുത്ത ബന്ധുവാണ്, താങ്കൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു പോളിസി എടുക്കണം, എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ ഞാനത് എടുക്കില്ല. കാരണം എനിക്ക് ഓൾറെഡി അഡ്വൈസറുണ്ട്, അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോടത് പറഞ്ഞതുകൊണ്ട് ഞാനത് നോക്കട്ടെ, എന്നിട്ട് തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, താങ്കൾ ഫോൺ കട്ട് ചെയ്യും. പക്ഷെ പിന്നീട് താങ്കൾ എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കില്ല എന്ന് മാത്രമല്ല, 6 മാസം കഴിഞ്ഞ് വേറെ ചിലപ്പം മോളുടെ കല്യാണം വിളിക്കാനോ മോൻ്റെ കല്യാണം വിളിക്കാനോ മരണവാർത്ത പറയാൻ വിളിച്ചാലും ഞാൻ എടുക്കില്ല. ഞാനും ഒരു സെയിൽസ് ചെയ്യുന്ന ഒരാളാണ്, സെയിൽസ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്നത് ഇതൊരു റോങ് സെല്ലിംഗ് ആണ്. കാരണം പല കമ്പനികളും അവരുടെ എംപ്ലോയീസിനെ പിടിച്ചിട്ട് ആദ്യം പഠിപ്പിക്കുന്നത് അടുത്ത ബന്ധുക്കളുടെയൊക്കെ പോളിസി മക്കളെ ഇങ്ങോട്ട് വാരിയെടുത്തോ. സത്യത്തിൽ അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ അവരെയൊക്കെ ശത്രുക്കളാക്കുകയല്ലേ. സാർ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവം തന്നെ ആദ്യമേ തന്നെ ഞാൻ ബന്ധുവിൻ്റെ അടുത്ത് പോയപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ട്രാക്ക് മാറിയാണ് സഞ്ചരിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളവരോട് പറയുന്നത് വെച്ചാൽ, ദയവ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. കാരണം എപ്പോഴും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആ ആൾക്ക് ഫീൽ ചെയ്യണം, ഇത് നമുക്കിപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മേടിക്കുന്ന ഒരു വാല്യൂ എന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി മേടിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ഇൻഷുറൻസ് കൺസൾട്ടൻറ്റ് ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ബിസിനസ് വരും. സാറേ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ആ ബിസിനസ് വരുന്ന ഒന്നിൽ ചിലപ്പോൾ നമുക്കായിരിക്കണമെന്നില്ല കിട്ടുന്നത്, ചിലപ്പോൾ ആ ഒരു ബന്ധുവിന് കിട്ടും. ഇപ്പം ഞാനങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാൻ ഈ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലുഗി ലൈഫ് അണ്ടർ റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സിന് വേണ്ടി അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ഫോറമാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി, അതേപോലെ അംബാസഡറായി, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഓൾ ഇന്ത്യ കൺവെൻഷൻ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ കൺവെൻഷൻ നടത്തിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ മലയാളിയായ ചെയർമാനാകാൻ പറ്റും. വെരി ഗുഡ്. അതൊക്കെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് LICയുടെ ചെയർമാനെ കൊണ്ടുവന്നാണ് ആ കൺവെൻഷൻ നടത്തിയെന്ന് പറയുന്നത്.
അപ്പം അത് ജയ്പൂർ വെച്ചാണ് നടത്തിയത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും വളരണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുള്ളതുകൊണ്ടാണ്. ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് ഏജൻറ്റന്മാർ നമ്മൾ മൺവെട്ടിയുടെ സ്വഭാവമുള്ളവരായിരിക്കരുത്. ജെ.സി.ബിയുടെ സ്വഭാവമുള്ളവരായിരിക്കണം. അതായത് മമ്മട്ടി നമുക്ക് ഇങ്ങോട്ട് മാത്രമല്ലേ വരത്തുള്ളൂ. ഇത് ജെ.സി.ബി ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടും ആകും അങ്ങോട്ടും കൊടുക്കും. കാരണം അങ്ങനെയുള്ളവരാണെങ്കിൽ മാത്രമേ നമ്മൾ പരസ്പരം ആ സെൽഫ് ഹെൽപ്പ് മൈൻഡ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. താങ്കൾ എന്ത് പൊസിഷനിലാണ്? ഇപ്പം ഞാൻ സാറേ ചീഫ് അഡ്വൈസറാണ്. ചീഫ് ആയിട്ട്. അപ്പോൾ താങ്കളുടെ കൂടെ എത്ര പേരുണ്ട്? ഇപ്പം 10ഓളം ഏജൻസാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറയുന്നത്. താങ്കൾ കേവലം 6500 രൂപയ്ക്കാണ് അവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട്. അതെ. ഇന്നതിൽ വന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാറേ ഈ 21 വർഷത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതുകൂടാതെ ഏകദേശം 11ഓളം രാജ്യങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റി. അതിൽ കൂടുതലെന്ന് വെച്ചാൽ എനിക്ക് 3-4 സ്റ്റാഫുകളും ഇത്രയും അവരുടെയും കൂടെ ആ ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ അവർക്ക് ജോലി കൊടുക്കാൻ പറ്റി. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ഞാൻ കണ്ടെത്തുന്നതെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത്രയും ആൾക്കാരിലേക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്കുള്ള പേഴ്സണൽ ഇൻകത്തിനേക്കാളിലും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ. അപ്പം നമ്മൾ അവരെ അങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കരുതൽ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. പേഴ്സണൽ അസറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാറേ. ഇപ്പം തന്നെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം വാഹനം, അതേപോലെ തന്നെ ലാൻഡ്, ഇപ്പം തന്നെ ആണെങ്കിലും വീട് ഒരു 50 ലക്ഷം രൂപ മുടക്കി അതൊന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയതുമൊക്കെ ഈ ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്നിടത്ത് LICയുടെ എംബ്ലമാണ് വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. മക്കളെ പഠിപ്പിക്കാൻ ഇപ്പം മൂത്ത മനസ്സിലെ ഡിഗ്രി സെക്കൻഡ് ഇയർ ബാംഗ്ലൂർ ക്രിസ്ത്യാനിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. ഒരു ഇളയാളാണെങ്കിൽ ബിഷപ്പൂർ വിദ്യാപീഠത്തിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഈ എക്സ്പെൻസുകളും പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഹോസ്പിറ്റൽ നീഡ്സ് ഇങ്ങനെ നമ്മളിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്കൊരു എന്തോരം രൂപ നമുക്ക് വരണമെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറായ രൂപ സാർ തന്നെയാണ് എന്നെ റോട്ടറിയിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഹരിപ്പാട് റോട്ടറി ക്ലബിൻ്റെ അന്ന് മുതലുള്ള മെമ്പറാണ്. സാറേ ഈ ഹരിപ്പാട് റോട്ടറി ക്ലബിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളൊക്കെ രാവിലെയും വൈകുന്നേരം മരുന്ന് തരുന്ന പോലെ നമ്മളെ വിളിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ എൻകറേജ് ചെയ്ത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരാവുന്ന ആ ഒരു 52 മെമ്പേഴ്സ് ഉള്ളതാണ് നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഫാമിലി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാവുകയും ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതെന്ന് പറയുന്നത് അവിടെ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ആരെന്ന് നോക്കാതെ തന്നെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. കാരണം അവരാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഈ റോട്ടറി വഴി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാറേ. റോട്ടറി വഴി എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയും. എൻ്റെ അമ്മയുടെ സർജറി നടന്നതുപോലും ആ റോട്ടറി ബന്ധം കൊണ്ടാണ്. ശരിക്കും റോട്ടറിയിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു അൺകണ്ടീഷണൽ ലവ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിനുശേഷം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സെക്രട്ടറി ആയിരുന്ന സമയത്ത് എൻ്റെ കൂടെ രജനീകാന്ത് എന്ന് പറയുന്ന ആളായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ ബെസ്റ്റ് പ്രസിഡന്റും എനിക്ക് ബെസ്റ്റ് സെക്രട്ടറിയും ചെയ്യാൻ പറ്റി. ഏകദേശം 600ഓളം പ്രോജക്റ്റുകൾ ഞങ്ങൾ ആ വർഷം ചെയ്ത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പ്രസിഡൻ്റാണ്. ഇപ്പം ഈ സമയത്ത് വളരെ പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ 2 റൊട്ടേറിയൻസ് ഒരു റൊട്ടേറിയൻ റെജി ജോണും അതേപോലെ തന്നെ റൊട്ടേറിയൻ സലികുമാർ എന്ന് പറയുന്ന ഇവർ 2 പേരും 10 ലക്ഷം രൂപ വെച്ച് റോട്ടറിയുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി തന്നത്. പിന്നെ കൂടാതെ നമ്മുടെ എല്ലാ മെമ്പേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു 4ഓളം ഡയാലിസിസ് മെഷീൻ 3 ഹോസ്പിറ്റലായിട്ട് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒരു വർഷം ഏകദേശം 1000ഓളം ഡയാലിസിസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷം രൂപയോടെ വരും. അത് നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് നിർദ്ധരായ ആൾക്കാർക്ക് അതെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. ആ സമയത്ത് അത് ചെയ്യാൻ പറ്റും. കാരണം ഇതിനു മുമ്പുള്ള വർഷങ്ങളിലുള്ള എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. എങ്കിൽ പോലും ഈ വർഷം അത് വന്നു എന്നുള്ളതൊരു വലിയ ദൈവാധീനമാണ്. കൂടാതെ ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങളൊരു 55ഓളം മെമ്പേഴ്സ് ഇപ്പം ക്രൂയിസിൽ ബോംബെ പോയി തിരിച്ച് വരുവാനൊക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. താങ്കൾ ആദ്യ വർഷം തന്നെ MDRT ആയ ആളാണ്. സാറേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അന്ന് മുതൽ ഇന്ന് വരെ MDRT ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റൻ്റ് ആയി ചെയ്തിട്ടുണ്ട്. സാർ അതൊന്നും നമ്മൾ അതിനു വേണ്ടി ചെയ്തതല്ല. കാരണം നമ്മൾ
നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ പുറകെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു തവണ 3 തവണ MDRT ഒരു വർഷം തന്നെ, അത് COT എന്ന് പറയും, കോർട്ട് ഓഫ് ദി COT. ടേബിൾ എന്ന് പറയും. അത് നമുക്ക് ഒരു വർഷം തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ ഗാലക്സി ക്ലബ് പറഞ്ഞത് ഞങ്ങളുടെ കായംകുളം ബ്രാഞ്ചിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗാലക്സി ക്ലബറാണ്, ആദ്യത്തെ MDRT ആണ്. അങ്ങനെ കുറേ നേട്ടങ്ങൾ. പിന്നെ ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കപ്പിൾ ക്രോർപതിയാണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഈ എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ ഭാവി പറ്റിയെന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സാർ, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതും എൻ്റെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ എന്നാലും ഒരു ദിവസം ഇവിടെ നിന്ന് ഇല്ലാതെ വരുമല്ലോ. ആ ദിവസം 1000 കുടുംബങ്ങളിലെങ്കിലും ആ കുടുംബാംഗങ്ങളിൽ ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ, അത് നമ്മുടെ സേവനത്തിൽ നമ്മുടെ ആബ്സെൻസിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ചെറിയ ജീവിതത്തിലെ എല്ലാ എളിയ നേട്ടങ്ങൾക്കും ആരോടാണ് നന്ദി പറയാനുള്ളത്? സാർ, ആദ്യമായിട്ട് ദൈവാനുഗ്രഹവും അതേപോലെ തന്നെ എൻ്റെ പേരൻസ്, അതേപോലെ തന്നെ എനിക്ക് ഈ ജീവിതത്തിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയത് തന്നെ എൻ്റെ വിവാഹത്തിന് ശേഷമാണ്. അങ്ങനെ എന്നോടൊപ്പം ഒരു നിഴലായിട്ട് തന്നിട്ടുള്ള എൻ്റെ ഭാര്യ റീന, അതേപോലെ തന്നെ 2 മക്കൾ AR ആദിനാഥ്, AR അമിതേഷ് നാഥ്, പിന്നെ എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ. അതേപോലെ തന്നെ ഞാൻ പറയുന്നത്, ഒരു പറന്നു പോകുന്ന പറവ് പോലും ചില സമയത്ത് നമ്മുടെ വളർച്ചയിൽ സഹായിക്കാറുണ്ട്. അങ്ങനെ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റുന്നത്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഹരിപ്പാട് റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി സമയത്ത് അതായത് ജീവിതത്തിൽ ഇനി എന്ന് പകച്ചു നിന്ന സമയത്ത് അവർ ഒരു ഡയറക്ട് ബോർഡ് കൂടിയതിന് ശേഷം അവരെല്ലാവരും ഒരു തീരുമാനിച്ചു തന്നു, അരുൺ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതെന്ന് വരെ ഒരു സ്റ്റേജിലെത്തിയായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ല അരുൺ, സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി, ബാക്കി എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. അതിനുശേഷമാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എനിക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഒക്കെ ആ മാതാപിതാക്കളുടെ അനുഗ്രഹവും കൂടിയുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഇപ്പം അമ്മ കൂടെയുണ്ട്. അരുൺ, ഇത്രയധികം നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മനസ്സിന് സംതൃപ്തി നൽകിയ ഒരു സമ്മാനം എന്താണ്? സാറേ, ഈ 21 വർഷത്തിനായി എനിക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ LICയുടെ ചെയർമാൻ്റെ കയ്യിൽ നിന്ന്, അതേപോലെ തന്നെ അതുവരെ നമുക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പവിത്രമായിട്ടും വളരെ വാല്യബിളായിട്ടും കരുതുന്ന ഒരു സമ്മാനം, എനിക്ക് ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ മകൻ എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും മുമ്പോട്ട് നയിക്കാനുള്ള ഒരു മാരക ശക്തി എന്ന് പറയുന്നത്. കാരണം നമ്മളെ കൂടുതൽ അറിയുന്ന മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ത്രില്ലെന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ്. അപ്പോൾ അത് വേറെ എത്രയൊക്കെ നമ്മളെ മോട്ടിവേഷനോ എങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും ശരി, അത് തരുന്ന പ്രചോദനം എന്ന് പറയുന്നത് അതൊരു വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ഇതുവരെ കിട്ടിയിരുന്ന മുഴുവൻ ട്രോഫികൾ ഞാൻ എടുത്ത് മാറ്റി, വീട്ടിൽ നിന്ന് മാറ്റി. എന്നിട്ട് ഈ മോൻ അയച്ചിരുന്ന ആ മെസ്സേജ് ഞാനൊന്ന് ലാമിനേറ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. താങ്കൾ അതാണ് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു? അതെ. ഓ, ഇതാണത്. ഓക്കെ. ബാക്കി എല്ലാ ട്രോഫി. താങ്കളുടെ ബർത്ത്ഡേ 26/4/2026 ആണ്. താങ്കളുടെ കൂടെ നിൽക്കുന്നത് 2 ചുണക്കുട്ടന്മാരാണ്. അതെ. ഓക്കെ. ആദി എന്നാണ്. Happy birthday, Acha. You're not just my father, but my greatest inspiration and role model. Your hard work, discipline, and determination have taught me that no dream is too big if we stay committed and never give up. Even in tough times, you always stood strong and showed me how to face life with courage and confidence. I'm proud to be your child, and I hope I can follow your path and make you proud one day. Your strength, hard work, and never give up attitude inspire me every day. May this year bring you good health, happiness, and success you truly deserve. Thank you for being my guide, my strength, my biggest support. Happy birthday once again, Adi. എനിക്ക് തോന്നുന്നു ഒരു അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയായിരിക്കാം അത്. തീർച്ചയായിട്ടും അത് ഫ്രെയിം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. നല്ലൊരു മകനെ കിട്ടിയതിന് താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. അതിനോടൊപ്പം തന്നെ താങ്കളുടെ കുടുംബം വളരെ സ്ട്രോങ് ആയി താങ്കളുടെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞാൽ അതിനേക്കാളും വളരെ സന്തോഷം. നമ്മുടെ കുടുംബമൊക്കെയാണ് സത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക, അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അതൊക്കെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും. അരുണിൻ്റെ ഈ എളിയ നേട്ടത്തിലും വിജയത്തിലും അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ നമ്മൾ കണ്ടുമുട്ടി പരിചയപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷക പേരിലും താങ്കൾക്കും താങ്കളുടെ ഈ നല്ല പ്രവൃത്തിക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും.
ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. എനിക്കും ഈ സ്പാർക്കിൽ വരാൻ കഴിഞ്ഞതിലും ഞാൻ പലപ്പോഴും ഈ ഇതിന് നമ്മുടെ ഒരു ഇത് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരിക്കൽ വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു അവസരം സാറ് തന്നതിനുമുള്ള നന്ദി എൻ്റെ ഭാഗത്തും കൂടെ അറിയിക്കുന്നു. അതുപോലെ ചുണക്കുട്ടൻ ആദിയെ ഞാൻ അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. താങ്ക് യു.